ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഇഷ്യൂ വിത്ത് ക്രിമിനലൈസിംഗ് ഓൾ അഡോളസന്റ് റിലേഷൻഷിപ്പ്. അതായത് അഡോളസന്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പോക്സോ ആക്ട് എങ്ങനെയാണ് മിസ്യൂസ് ചെയ്യപ്പെടുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് എഡിറ്റോറിയൽ നോക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, SSCO ഷുഡന്റ് കോംപ്രമൈസ് ഓൺ ടെററിസം, ജയശങ്കർ. അതായത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനോട് ടെററിസത്തിനെതിരെ ഒരു വളരെ ശക്തമായ രീതിയിൽ സ്റ്റാൻസ് എടുക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ന്യൂസ് ആണത്. ആൻഡ് തേർഡ് വൺ, ദ നീഡ് ടു പ്രൊട്ടക്ട് ഇന്ത്യസ് ലിംഗ്വിസ്റ്റിക് സെക്യുലറിസം. അതായത് ഇന്ത്യയുടെ സെക്യുലർ ക്യാരക്ടറിനെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി ഓഫ് റിലീജിയൻസും ലാംഗ്വേജസുമാണ്. സോ അതിനെ എങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് ഫോർത്ത് വൺ, കൺഫൈൻഡ് ഫീൽഡ് ട്രയൽസ് ഓഫ് GMAs ടു ബിഗിൻ അറ്റ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് മേസിന്റെ ഫീൽഡ് ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ എന്താണ് GM ക്രോപ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ന്യൂസിൽ കവർ ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, 97% ഓഫ് അൺടച്ചബിലിറ്റി കേസസ് പെൻഡിങ് ഇൻ കോർട്സ്, ഗവൺമെന്റ് റിപ്പോർട്ട്. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ 97% പെൻഡിങ് സ്റ്റേറ്റിലാണ്. സോ എന്താണ് ഈ പറയുന്ന അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ന്യൂസിൽ കവർ ചെയ്യുന്നത്. ഇനി ഓരോ ന്യൂസും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ഫസ്റ്റ് എഡിറ്റോറിയല്, ദ ഇഷ്യൂ വിത്ത് ക്രിമിനലൈസിംഗ് ഓൾ അഡോളസന്റ് റിലേഷൻഷിപ്സ്. ഈ ഒരു എഡിറ്റോറിയലിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ 14 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി 25 വയസ്സുള്ള ഒരു പയ്യനോടൊപ്പം ഒളിച്ചോടി പോവുകയും ആ പയ്യനെതിരെ പോക്സോ ആക്ട് ചുമത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ആ പയ്യന് 20 വർഷത്തോളം സെന്റൻസ് കോർട്ട് വിധിക്കുകയുമുണ്ടായി. പക്ഷെ ആ എൻ്റെ ജുഡീഷ്യൽ പ്രോസസ്സിൽ ആ പെൺകുട്ടി ആ പയ്യനെ സപ്പോർട്ട് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സോ അഡോളസന്റ് റിലേഷൻഷിപ്സിന്റെ കോംപ്ലിക്കേഷൻസും മറ്റുമൊക്കെയാണ് പോക്സോ ആക്ട് എങ്ങനെയാണ് മിസ്യൂസ് ചെയ്യപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ മൊത്തത്തിൽ കവർ ചെയ്യുന്നത്. സോ എന്താണ് ഈ പറയുന്ന പോക്സോ ആക്ട്? പോക്സോ ആക്ട് എന്ന് പറയുന്നത് ജനറൽ ന്യൂട്രൽ ലോ ആണ്. അതായത് സ്പെഷ്യൽ ലോ ഡിസൈൻ ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ അണ്ടർ 18 ഇയേഴ്സ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ സെക്ഷൽ അസോൾട്ടിൽ നിന്നും മറ്റുമൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോക്സോ ആക്ട് യൂസ് ചെയ്യുന്നത്. ഇതൊരു ജനറൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ലോ ആണ്. സെക്ഷൽ അസോൾട്ട്, സെക്ഷൽ ഹറാസ്മെന്റ്, പോണോഗ്രാഫിക് എക്സ്പ്ലോയിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ചിൽഡ്രനെ പ്രൊട്ടക്ട് ചെയ്യുക. അതേണക്കെ ചൈൽഡ് ഫ്രണ്ട്ലി ലീഗൽ പ്രൊസീജിയേഴ്സ് എൻഷുർ ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ചൈൽഡ് വിക്ടിംസിന്റെ ഡിഗ്നിറ്റി ഉറപ്പാക്കുക എന്നുള്ളതും ഈ ഒരു പോക്സോ ആക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. സോ ഈ ഒരു കേസിന്റെ ജുഡീഷ്യൽ ട്രജക്ടറി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പോക്സോ സ്പെഷ്യൽ കോർട്ടില് ഈ പറയുന്ന പോക്സോ ആക്ടും കാര്യങ്ങളും ഒക്കെ ആ പയ്യനെതിരെ വളരെയധികം സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു ചുമത്തിയിട്ടുണ്ടായിരുന്നത്. 20 വർഷത്തോളം ഇംപ്രിസൺമെന്റ് ആ പയ്യന് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോസസ്സിലുടനീളം ആ പെൺകുട്ടിയുടെ സപ്പോർട്ട് ആ പയ്യന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പിന്നീട് ഈ കേസ് കൽക്കട്ട ഹൈക്കോർട്ടിന്റെ മുന്നിൽ എത്തുന്നു. കൽക്കട്ട ഹൈക്കോർട്ട് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിലൂടെ ഇതൊരു ഉഭയസമ്മത പ്രകാരമുള്ള ഒരു അഡോളസന്റ് റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ കൽക്കട്ട ഹൈക്കോർട്ടിന്റെ ഭാഗത്തു നിന്നും പെട്രിയാർക്കൽ റീമാർക്സും കാര്യങ്ങളും ഒക്കെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കോർട്ട് സജസ്റ്റ് ചെയ്തത് നോർമൽ ആയിട്ടുള്ള അഡോളസന്റ് ബിഹേവിയറിനെ പോക്സോയുടെ പേരിൽ ആ ഒരു രീതിയിൽ ക്രിമിനലൈസ് ചെയ്യരുത് എന്ന് കൽക്കട്ട ഹൈക്കോർട്ടിന്റെ ഭാഗത്തു നിന്നും സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദെൻ ഇത് സുപ്രീം കോർട്ടിന്റെ അണ്ടറിലേക്ക് വരുന്നു. സുപ്രീം കോർട്ട് സുവമോട്ടോ ഫയൽ ചെയ്യുന്നുണ്ടായിരുന്നു പബ്ലിക് ഔട്ട്റേജിന്റെ പേരിൽ. സോ ഈ പറയുന്ന ഇത്രയും ഒരു ഔട്ട്റേജ് ഉണ്ടായി, ഇത്രയും ഒരു ഡിബേറ്റബിൾ ആയ ഒരു കേസ് ആയതുകൊണ്ട് പിന്നീട് അതിലേക്കൊരു എക്സ്പെർട്ട് കമ്മിറ്റിനെ മറ്റുമൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എക്സ്പെർട്ട് കമ്മിറ്റി പറഞ്ഞത് ഈ ഒരു അക്യൂസ്ഡ് അല്ലെങ്കിൽ ഈ ഒരു പയ്യനെ ജയിലിലേക്ക് അയക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോണത് ഈ ഒരു പെൺകുട്ടിയായിരിക്കും. സോ ഈ ഒരു വിക്ടിം ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. സോ ഇതൊരു എക്സെപ്ഷണൽ നേച്ചർ ആയിട്ട് ഈ ഒരു കേസിനെ കാണണം എന്നുള്ളതായിരുന്നു. സോ അങ്ങനെ സുപ്രീം കോർട്ട് കംപ്ലീറ്റ് സെന്റൻസിൽ നിന്നും ആ പയ്യനെ മുക്തനാക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇവിടെ കോർട്ട് യൂസ് ചെയ്തത് ആർട്ടിക്കിൾ 142 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പവർ ആണ്. അതൊരു എക്സ്ട്രാ ഓർഡിനറി ജൂറിസ്ഡിക്ഷൻ ആണ്. ആർട്ടിക്കിൾ 142 മെൻഷൻ ചെയ്യുന്നത് കംപ്ലീറ്റ് ജസ്റ്റിസ് ആണ്. സോ ഇതിനു മുന്നേ ആർട്ടിക്കിൾ 142 സുപ്രീം കോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഭോപ്പാൽ ട്രാജഡി കേസിൽ, ബാബറി മസ്ജിദ് ഡിമോളിഷൻ കേസിൽ, ലിക്വർ സെയിൽ ബാൻ കേസിൽ, XPM അസാസിൻ കേസിൽ, കോൾ ബ്ലോക്ക് അലോക്കേഷൻ കേസ്, അങ്ങനെ പല കേസുകളിലും ഈ പറയുന്ന ആർട്ടിക്കിൾ 142 സുപ്രീം കോർട്ടിന്റെ ഭാഗത്ത് നിന്ന് യൂസ് ചെയ്തിട്ടുണ്ട്.
ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ജൂറിസ്ഡിക്ഷൻ ആണ്. അത് കണക്ക് തന്നെ കംപ്ലീറ്റ് ജസ്റ്റിസ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 142 ഉപയോഗിക്കുന്നത് കൊണ്ട് സുപ്രീം കോർട്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയാലും ഈ ഒരു ആർട്ടിക്കിൾ 142 കാര്യങ്ങളെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു 2019 വിത്ത് റെഫറൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. Prohibition or limitation or provisions contained in ordinary laws cannot act as prohibition or limitation on the constitutional powers under Article 142. It could mean which one of the following എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഇഷ്യൂവില് കീ ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏജ് ഓഫ് കൺസെന്റ് വേഴ്സസ് അഡോളസെന്റ് റൈറ്റ്സ്. ഇന്ത്യൻ ലോ പ്രകാരം ഏജ് ഓഫ് കൺസെന്റ് എന്നുള്ളത് 18 വയസ്സാണ്. പക്ഷെ അതേസമയം തന്നെ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സിൽ ഈ പറയുന്ന കൺസെഷണൽ ആയിട്ടുള്ള അഡോളസൻസിന്റെ ഇടയ്ക്കുള്ളത് വളരെയധികം നോർമലൈസ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. സോ അതിനെ ക്രിമിനലൈസ് ചെയ്യരുത് എന്നുള്ളതാണ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സിൽ കാണുന്നത്. പക്ഷെ നമുക്കൊരു ഏജ് ബാർ ഉണ്ട്, അത് 18 വയസ്സായിട്ടാണ് ഇന്ത്യൻ ലോ കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് കൺസെന്റ് വേഴ്സസ് എക്സ്പ്ലോയിറ്റേഷൻ. കോർട്ട് തന്നെ ഇവിടെ അക്നോളജ് ചെയ്യപ്പെടുന്നുണ്ട് പെൺകുട്ടികളുടെ ഏജ്, പോവർട്ടി, ലാക്ക് ഓഫ് അവയർനെസ്, കൾച്ചറൽ നോംസ് ഒക്കെ ഈ പറയുന്ന രീതിയിൽ കൺസെന്റ് ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതേ കണക്ക് തന്നെ റിലേഷൻഷിപ്സിൽ ഉണ്ടാകുന്ന ട്രോമേനേക്കാൾ ഇവിടെ സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ കാരണം ഉണ്ടാകുന്ന ട്രോമയാണ് വളരെ അധികം എന്നും കോർട്ട് റിമാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സിസ്റ്റമിക് ഫെയിലിയർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് സൊസൈറ്റിയുടെ ആയാലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആയാലും ഒക്കെ ഒരു ഫെയിലിയർ ഇവിടെ കാണുന്നുണ്ട്. ഫാമിലി അബാൻഡൻമെന്റ്, സെൻസേഷണലിസ്റ്റ് മീഡിയം, ലാക്ക് ഓഫ് ചൈൽഡ് സപ്പോർട്ട് സിസ്റ്റംസ്, പെറ്റർണലിസ്റ്റിക് ജുഡീഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സുപ്രീം കോർട്ടും അക്നോളജ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS1ലും GS4ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ജുഡീഷ്യറി, സൊസൈറ്റി, എത്തിക്സ്, അതിൽ കംപ്ലീറ്റ് ജസ്റ്റിസ്, ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്, റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ വേഴ്സസ് ക്രിമിനൽ ജസ്റ്റിസ് പ്രൊവിഷൻസ്, പോക്സോ, റോൾ ഓഫ് ജുഡീഷ്യറി ഇൻ ഇന്റർപ്രറ്റിംഗ് സോഷ്യൽ റിയാലിറ്റീസ്, adolescent sexuality and social stigma, child marriage and patriarchal structures, agency and autonomy of adolescent girls, ethics of criminalizing consensual acts, dilemmas of protecting minors versus respecting autonomy, compassionate justice and reformative principles. ഇത്രയും ടോപ്പിക്കിന്റെ ഇടയിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. 2024 മെയിൻസിൽ ഈ ഒരു ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. Right to privacy is intrinsic to life and personal liberty and is inherently protected under Article 21 of the Constitution. Explain in this reference, discuss the law relating to DNA testing of child in the womb to establish its paternity. So, ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് എങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും? The Supreme Court exercise of Article 142 powers in child protection cases has been both praised and criticized. Discuss with reference to the 2025 റൈറ്റ് ടു പ്രൈവസി ഓഫ് അഡോളസെന്റ് കേസ്. ഇങ്ങനെ നമുക്ക് ഈ ഒരു എഡിറ്റോറിയലുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് സെക്കൻഡ് വൺ, SCO shouldn't compromise on terrorism, ജയശങ്കർ. അതായത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനോട് ഈ പറഞ്ഞ പഹൽഗാം അറ്റാക്കിനൊക്കെ ശേഷം ടെററിസത്തിനെതിരെ വളരെ അധികം സ്ട്രോങ് ആയിട്ട് ഒരു സ്റ്റാൻസ് എടുക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനെ കുറിച്ചാണ് ഈ ഒരു ന്യൂസിൽ നമ്മൾ നോക്കുന്നത്. സോ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ചൈനയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പഹൽഗാം അറ്റാക്കിന്റെ ഭാഗമായിട്ട്, പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കെതിരെ ജമ്മു കാശ്മീരിലെ ടൂറിസം എക്കോണമിക്കെതിരെ ആയാലും അതിനൊക്കെ ആ ഒരു പ്രദേശം മൊത്തം കമ്മ്യൂണൽ ടെൻഷൻ ആണെന്ന് കാണിക്കാനും ഒക്കെ ആയിട്ട് ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അതിനെതിരെ, ഈ ഒരു ടെററിസത്തിനെതിരെ ഒരു അൺകോംപ്രമൈസിംഗ് ആയിട്ടുള്ള സ്റ്റാൻസ് ലോക രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് ഇന്ത്യയുടെ ആവശ്യം. സോ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ്? അതായത് റീജിയണൽ പീസിനെ വളരെ അധികം അറ്റാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ടെററിസം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു കോർ ത്രെറ്റ് ആയിട്ട് SCO അക്നോളജ് ചെയ്യണം. അതേപോലെ തന്നെ പഹൽഗാം അറ്റാക്ക് എന്ന് പറയുന്നത് കശ്മീരിന്റെ സോഷ്യോ എക്കണോമിക് ഫാബ്രിക്കിനെ തന്നെ മൊത്തത്തിൽ തകർക്കുന്ന ഒന്നായിരുന്നു. സോ SCOയുടെ ട്രഡീഷണൽ അജണ്ട എന്ന് പറയുന്നത് 3 ഇവിൾസിനെതിരെ കോമ്പാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ 3 ഇവിൾസ്? അതായത് ടെററിസം, സെപ്പറേറ്റിസം, എക്സ്ട്രീമിസം. ഇത് മൂന്നിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഷാങ്ഹായ് കോപ്പറേഷന്റെ ട്രഡീഷണൽ അജണ്ട. പക്ഷെ ഇതേവരെ ടെററിസത്തിനെതിരെയോ മറ്റോ ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഇൻവോൾവ്മെന്റ് ആണ്. ഇനി ഇന്ത്യയുടെ മൾട്ടിലാറ്ററൽ ഡിപ്ലോമസി എങ്ങനെയാണെന്ന് നോക്കാം. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ എൻഗേജ്മെന്റ്, യുറേഷ്യൻ കോപ്പറേഷൻ ഒരു വൈറ്റൽ ഫോറം ആയിട്ടാണ് SCO വർക്ക് ചെയ്യുന്നത്. അതായത് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സെക്യൂരിറ്റി ആൻഡ് കണക്ടിവിറ്റി, ഇത്രയും കാര്യങ്ങളിൽ വളരെ അധികം ശക്തമായിട്ടാണ് ഷാങ്ഹായ് കോപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ ഇന്ത്യ INSTC, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത്
ട്രാൻസ്പോർട്ട് കൊറിഡോറിന് വേണ്ടിയിട്ട് വളരെയധികം പുഷ് ചെയ്യുന്നുണ്ട്. കാരണം റീജിയണൽ കണക്ടിവിറ്റി വളരെയധികം വർദ്ധിപ്പിക്കാനായിട്ട് INSTCക്ക് സാധിക്കും. ഇനി ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ച് എത്രത്തോളമാണ്? ജയശങ്കർ, അതായത് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ചൈന, റഷ്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ലീഡേഴ്സിനെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ പാകിസ്ഥാന്റെ ബ്ലോക്കേഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ചർച്ചകൾക്കിടയിലാണ് അഫ്ഗാനിസ്ഥാന്റെ പൊസിഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആവുന്നത്. കാരണം ഇന്ത്യ വളരെയധികം നല്ലൊരു റിലേഷൻഷിപ്പ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. വളരെയധികം ഡെവലപ്മെന്റൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ സപ്പോർട്ട് അഫ്ഗാൻ പീപ്പിൾസിന് ഇന്ത്യ നൽകുന്നുണ്ട്. സോ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തിരിച്ചും ഇന്ത്യ എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ പോസ്റ്റ് ഗാൽവാൻ ഇഷ്യൂവിന് ശേഷമുള്ള ഇന്ത്യ ചൈന റിലേഷൻസ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ഒരു സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷെ ഇത്തവണ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ, ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വാങ് യിനെയും അതിനൊക്കെ വൈസ് പ്രസിഡന്റ് ഹാങ് ഷെങ്, പ്രസിഡന്റ് ഷീ ജിൻപിങ് തുടങ്ങിയവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യ ഒരു നോർമലൈസേഷൻ ടൈസ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ബൈലാറ്ററൽ ആയിട്ട് ഒരു നോർമലൈസേഷൻ ടൈസ് ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഗാൽവാൻ ക്ലാഷിന് ശേഷം 2020 ശേഷം ആദ്യമായിട്ടാണ് ഒരു മേജർ ഇന്ത്യൻ വിസിറ്റ് അവിടെ ഉണ്ടാകുന്നത് തന്നെ. സോ ഷാങ്ഹായ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ടർബുലന്റ് വേൾഡിൽ വളരെയധികം ശക്തമായിട്ടൊരു സ്റ്റാൻസ് എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ആവശ്യം. പക്ഷെ ഇവിടെ ഒരുപാട് ചലഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരു കളക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാൻസ് ടെററിസത്തിനെതിരെ ഇതേവരെ ഷാങ്ഹായ് കോപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഇൻവോൾവ്മെന്റ് തന്നെയാണ്. അതേപോലെ തന്നെ SCOയുടെ ഇടയിലുള്ള ഇന്റേണൽ ഡിവിഷൻസും മറ്റുമൊക്കെ കാര്യങ്ങളെ വീണ്ടും കോംപ്ലിക്കേറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇതേവരെ പഹൽഗാം അറ്റാക്കിനെ കണ്ടം ചെയ്തുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സോ അവർ ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷന്റെ സെക്യൂരിറ്റി കൗൺസിലിന്റെ റെസൊല്യൂഷൻസും മറ്റും കശ്മീരിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം തുടങ്ങിയ കാര്യങ്ങളാണ് അവർ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അല്ലാണ്ട് ഈ ഒരു അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ദെൻ എന്താണ് ഈ പറഞ്ഞ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കൊറിഡോർ INSTC? അതായത് ഇതൊരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് കൊറിഡോർ ആണ്. 2020 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് കണക്ട് ചെയ്യുന്ന ഇന്ത്യൻ ഓഷൻ ആൻഡ് പേർഷ്യൻ ഗൾഫ് ടു ദ കാസ്പിയൻ സീ വയ ഇറാൻ. ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോണത്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബർഹുഡ് റിലേഷൻസ്, bilateral regional and global groupings and agreements involving India, effective policies and politics of developed and developing countries for India's interest, important international institutions, agencies and fora, their structure mandate, role of external state and non-state actors in creating challenges to internal security through communication network, role of media and social networking sites in internal security challenges, basis of cyber security, terrorism and organized crime. ഇത്രയും ടോപ്പിക്കില് ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ പറയുന്ന ഓരോ ഓർഗനൈസേഷനും കുറിച്ചും നേരത്തെയും പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. 2022 കൺസിഡർ ദ ഫോളോയിങ്: ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ, ഇന്ത്യ ഈസ് മെമ്പർ ഓഫ് ദ വിച്ച് ഓഫ് ദ എബോവ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂലായാലും critically examine the aims and objective of SCO. What important does it hold for India? 2021 മെയിൻസിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്: with increasing global uncertainties and disruptions in traditional trade corridors, evaluate the role of INSTC in securing India's trade and energy interest എന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. And next one, the need to protect India's linguistic secularism. അതായത് ഇന്ത്യയുടെ ഒരു സെക്യുലർ ക്യാരക്ടർ നിലനിർത്തുന്നത് തന്നെ ഇത്രയും ഒരു ഡൈവേഴ്സിറ്റി ഓഫ് റിലീജിയൻസും അതേണക്ക് തന്നെ ലാംഗ്വേജസുമാണ്. സോ ഇപ്പൊ നിങ്ങൾക്ക് ലാംഗ്വേജിന്റെ പേരിലുള്ള ഡിബേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ മനസ്സിലാവുന്നതാണ്. സോ അങ്ങനെ ആവുമ്പോൾ ലാംഗ്വേജ് എത്രത്തോളമാണ് ഇമ്പോർട്ടൻസ്, സെക്യുലറിസം മെയിൻറ്റെയിൻ ചെയ്യാൻ ലാംഗ്വേജിന് എത്രത്തോളം റോൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ നോക്കുന്നത്. സോ ഇന്ത്യയുടെ റിലീജിയൻ ആയിക്കോട്ടെ, അതിനൊക്കെ ലാംഗ്വേജസ് ആയിക്കോട്ടെ, വളരെ അധികം ഡൈവേഴ്സിറ്റി കാണിക്കുന്നെങ്കിൽ പോലും, അത്രയും ഒരു കൾച്ചറൽ ഐഡന്റിറ്റി കാണിക്കുന്നെങ്കിൽ പോലും വളരെയധികം ഡിവിഷനും ക്രിയേറ്റ് ചെയ്യാൻ ഈ രണ്ട് ടൂൾസിനും സാധിക്കുന്നുണ്ട്. സോ ഇപ്പോഴുള്ള മഹാരാഷ്ട്രയിലുള്ള ഈ പറയുന്ന കമ്മ്യൂണൽ ടെൻഷൻസ് ആയാലും അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ടെൻഷൻസ് ആയാലും ഒക്കെ തന്നെ ഇന്ത്യൻ സെക്യുലറിസത്തിന് വളരെ അധികം ചലഞ്ചസ് സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്ത്യൻ സെക്യുലറിസം അതേണക്ക് തന്നെ വെസ്റ്റേൺ സെക്യുലറിസം ഒരിക്കലും ഈക്വൽ അല്ല. വെസ്റ്റേൺ സെക്യുലറിസത്തിൽ പറയുന്നത് സ്റ്റേറ്റും റിലീജിയനുമായിട്ടുള്ള സ്ട്രിക്റ്റ് സെപ്പറേഷൻ ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരിക്കലും സ്റ്റേറ്റ് റിലീജിയന്റെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യില്ല. ഇതൊരു നോൺ ഇന്റർഫറൻസ് മോഡൽ ആയിട്ടാണ് വെസ്റ്റേൺ സെക്യുലറിസത്തിൽ കാണുന്നതെങ്കിൽ
ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ് ആണ്. കാരണം സ്റ്റേറ്റ് എല്ലാ റിലീജിയനെയും റെസ്പെക്ട് ചെയ്യും. പക്ഷെ അതേസമയം തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, അതായത് സോഷ്യൽ റീഫോംസിലോ ഇക്വാളിറ്റിയിലോ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂ വരുമ്പോൾ ആ ഒരു ടൈമിൽ സ്റ്റേറ്റ് റിലീജിയന്റെ കേസിൽ ഇന്റർഫിയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ടെമ്പിൾ എൻട്രി, അതുകൊണ്ട് തന്നെ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഈ ഒരു പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രോ നോർ ആന്റി റിലീജിയൻ ഓർ ലാംഗ്വേജ് ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമല്ല. സെക്യുലറിസം എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ്. അതുകൊണ്ടാണ് അതിനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എംബെഡ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എന്തൊക്കെ കീ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾ 25 to 28, ദാറ്റ് ഈസ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ ആണ്. ആൻഡ് ദെൻ ആർട്ടിക്കിൾ 51A ക്ലോസ് ഇ, അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലാണ്, പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് ആണ്. സോ ഇന്ത്യയുടെ ലിംഗ്വിസ്റ്റിക് സെക്യുലറിസം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇന്ത്യ ഒരിക്കലും ഒരു നാഷണൽ ലാംഗ്വേജ് ഫോളോ ചെയ്യുന്നില്ല. സോ അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ ലിംഗ്വിസ്റ്റിക് പ്ലൂറലിസം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ നാഷണൽ ലാംഗ്വേജ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ചൂസ് ചെയ്യാണ്ടിരുന്നത്. ഇനി ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള പ്രൊവിഷൻസ് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 343, അത് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ ആണ് പറയുന്നത്. ദേവനാഗരി സ്ക്രിപ്റ്റിലുള്ള ഹിന്ദിനെയാണ് നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റേറ്റിന് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ആർട്ടിക്കിൾ 29 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്നതാണ്. സിറ്റിസൺസ് ഇൻക്ലൂഡിംഗ് മൈനോറിറ്റീസ് ക്യാൻ കൺസർവ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ഓർ കൾച്ചർ. Then Article 30, right of minorities to establish and administer educational institutions. ഇങ്ങനെ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾപ്പെടെ ഈ പറയുന്ന ലാംഗ്വേജ് റിലേറ്റഡ് പ്രൊവിഷൻസ് കാണാൻ സാധിക്കും. then ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സ്കെഡ്യൂൾ ആണ് 8th സ്കെഡ്യൂൾ. അതിൽ 22 സ്കെഡ്യൂൾഡ് ലാംഗ്വേജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു 22 ലാംഗ്വേജിന് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷനും സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ 2011 സെൻസസ് ഡേറ്റ നമുക്ക് നോക്കാം. 121 ലാംഗ്വേജസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനിടെ 270 മദർ ടങ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 96.71% ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ 22 സ്കെഡ്യൂൾഡ് ലാംഗ്വേജിൽ ഏതെങ്കിലും ഒന്ന് സംസാരിക്കുന്നതായിരിക്കും എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തൊക്കെ ചലഞ്ചസ് ആണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളൊരു ഫെഡറലിസം ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. സോ അങ്ങനെയാകുമ്പോൾ ലാംഗ്വേജിന്റെ പേരിലായാലും റിലീജിയന്റെ പേരിലായാലും ഒരു ഡിവിഷൻ സൃഷ്ടിക്കാൻ ഒരു സ്റ്റേറ്റിനെയും ഫെഡറലിസം അനുവദിക്കുന്നില്ല. അതേ കണക്ക് തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ലൂസ് ഫെഡറേഷൻ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമല്ല. വി ആർ ഫോളോയിങ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, അതേ കണക്ക് തന്നെ റിലീജിയനും അതേപോലെ തന്നെ ലാംഗ്വേജും ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലാണ്ട് ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ടല്ല. പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഇതിനെ കാണുമ്പോഴാണ് കൂടുതലും ഡിവിഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. സോ അങ്ങനെയാകുമ്പോൾ നാഷണൽ യൂണിറ്റിക്ക് വേണ്ടി ഈ ഒരു ലാംഗ്വേജും റിലീജിയനും ഒക്കെ യൂസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് ഈ ഒരു എൻറ്റയർ എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫീച്ചേഴ്സ് സെക്കുലറിസം, ഫെഡറലിസം ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, റോൾ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ മാനേജിംഗ് കൾച്ചറൽ പ്ലൂറലിസം, കമ്മ്യൂണലിസം ആൻഡ് റീജിയണലിസം. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിനൊക്കെ തന്നെ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആകുമ്പോൾ ഈ ഒരു എഡിറ്റോറിയലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ സെക്കുലറിസം ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ്, നോട്ട് സെപ്പറേഷൻ, ഡിസ്കസ് വിത്ത് എക്സാമ്പിൾസ്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ ദ നെക്സ്റ്റ് ന്യൂസ്, കൺഫൈൻഡ് ഫീൽഡ് ട്രയൽസ് ടു GMAs ടു ബിഗിൻ അറ്റ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി. അതായത് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് മെയ്സിന്റെ ഫീൽഡ് ട്രയൽസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിന് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് അപ്രൈസൽ കമ്മിറ്റി അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് തന്നെ പഞ്ചാബ് ഗവൺമെന്റ് കൺസെന്റും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പ്രപ്പോസ് ചെയ്തത് ബെയർ ക്രോപ്പ് സയൻസ് ലിമിറ്റഡ് ആണ്. ഇപ്പൊ GMAസിന്റെ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഹെർബിസൈഡ് ടോളറന്റ് ആണ്. അതായത് ഗ്ലയോഫോസ്ഫേറ്റ് സോൾട്ടിനെ ടോളറേറ്റ് ചെയ്യാൻ, അത് ഗ്ലയോഫോസ്ഫേറ്റ് സോൾട്ട് എന്ന് പറയുന്ന ഒരു കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഹെർബിസൈഡ് ആണ്. സോ ഇതുവഴി നമുക്ക് വീറ്റ് കൺട്രോൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇൻസെക്ട് റെസിസ്റ്റന്റ് ആണ്. അതായത് ലെപ്പിഡോപ്റ്ററൈൻ പെസ്റ്റിന് എതിരെ എത്രത്തോളമാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എത്രത്തോളം പ്രൊട്ടക്ഷൻ ഗ്രാന്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. സോ അങ്ങനെയാകുമ്പോൾ ഇൻസെക്ട് റെസിസ്റ്റന്റ് പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു ട്രയൽസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിസർച്ച് പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാണ്ട് ഒരു കൊമേഴ്ഷ്യൽ റിലീസ് ഒന്നും ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല.
ദെൻ എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവോൾവ്മെന്റ് ആണ് ഈ ഒരു GMACന്റെ കാര്യത്തിൽ ഉള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ GAAC, അതായത് ഇന്ത്യയിലെ GM ക്രോപ്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡി ആയിട്ടാണ് ഈ പറഞ്ഞ GAAC വർക്ക് ചെയ്യുന്നത്. ദെൻ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഫീൽഡ് ട്രയൽസിന്റെ സൈറ്റ് ആണ് ഈ പറയുന്ന പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ദെൻ സെൻട്രൽ ഗവൺമെന്റ്, അതായത് കൊമേഴ്സ്യലൈസേഷൻ ഡിസിഷൻസിനൊക്കെ ഫൈനൽ അപ്രൂവൽ നൽകുന്ന ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. ദെൻ എന്തൊക്കെ കോൺട്രവേഴ്സീസ് ആയിരുന്നു ഈ പറയുന്ന GMACന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്? കാരണം കൊയിലേഷൻ ഫോർ എ GM ഫ്രീ ഇന്ത്യ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അതായത് വളരെയധികം ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ റിസ്ക് ഈ പറഞ്ഞ ഗ്ലയോഫോസ്ഫേറ്റിന്റെ കാര്യങ്ങളിലൊക്കെ കൺസേൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഗ്ലയോഫോസ്ഫേറ്റിന്റെ യൂസേജ് നേരത്തെ പഞ്ചാബ് ഗവൺമെന്റ് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊരു ലീഗൽ പാരഡോക്സ് അല്ലെങ്കിൽ അതൊരു കോൺട്രവേഴ്സി ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഹെർബിസൈഡ്സിന്റെ വെച്ചൊരു ട്രയൽസ് എന്ന് പറയുന്നത് ലീഗലി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. സോ ഇങ്ങനെ വളരെ അധികം തലത്തിലും ഈ പറയുന്ന ഓപ്പോസിഷൻസും കാര്യങ്ങളും ഒക്കെ GMACന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ UPSCയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കീ ഇഷ്യൂസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സയന്റിഫിക് ആൻഡ് അഗ്രികൾച്ചറൽ ആസ്പെക്ട്, അതായത് വളരെ അധികം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹയർ ഈൽഡ്സ് ഈ പറയുന്ന GM പ്രോഡക്ട്സ് നൽകുന്നുണ്ട്. അത് കണക്ക് തന്നെ പെസ്റ്റ് അറ്റാക്ക് വളരെയധികം കുറയ്ക്കുന്നുണ്ട്, വീടിനെ വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ വളരെയധികം ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. ക്ലൈമറ്റ് റെസിലിയന്റ്, പ്രൊഡക്ടിവിറ്റി എൻഹാൻസിങ് അഗ്രികൾച്ചർ ടെക്നോളജീസും കാര്യങ്ങളും ഒക്കെ വളരെയധികം അഡോപ്റ്റ് ചെയ്യാനും ഒക്കെ ഈ പറഞ്ഞ GM പ്രോഡക്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ എൻവയോൺമെന്റൽ ആൻഡ് ഹെൽത്ത് കൺസേൺസ് വളരെ അധികം കൂടുതലാണ്. ഈ പറഞ്ഞ ഗ്ലയോഫോസ്ഫേറ്റ് ഒരുപാട് ഹെൽത്ത് റിസ്കും കാര്യങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ക്യാൻസർ, എൻഡോക്രൈൻ ഡിസ്റപ്ഷൻ തുടങ്ങിയ ഇഷ്യൂസും മറ്റുമൊക്കെ ഹ്യൂമൻസിൽ ഉണ്ടാക്കുന്നുണ്ട്. സോ അങ്ങനെയാകുമ്പോൾ ബയോഡൈവേഴ്സിറ്റിനെ ആയാലും അതേനൊക്കെ തന്നെ സോയിൽ ഹെൽത്ത് ആയാലും വളരെ നമ്മൾ ഉദ്ദേശിക്കാത്ത നോൺ ടാർഗറ്റിംഗ് ഓർഗാനിസത്തിനെ ഒക്കെ തന്നെ ഇത് വളരെയധികം അഫക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി റെഗുലേറ്ററി ആൻഡ് ലീഗൽ ഫ്രെയിംവർക്ക് എത്രത്തോളമാണ്? ഇന്ത്യ എന്ന് പറയുന്ന ഈ പറഞ്ഞ GM പ്രൊഡക്ട്സിന്റെ കേസിൽ ഒരു പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986ന്റെ അണ്ടറിലുള്ള ഒരു പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ GAAC എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അണ്ടറിലാണ് വരുന്നത്. സോ GM ഓർഗാനിസത്തിനെ ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന GAAC ആണ്. ദെൻ ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വേഴ്സസ് സെൻട്രൽ ജൂറിസ്ഡിക്ഷൻ ആണ്. കാരണം പഞ്ചാബ് നേരത്തെ ഈ പറഞ്ഞ ഗ്ലയോഫോസ്ഫേറ്റിനെ ബാൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. സോ അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ ആ ഒരു ഗ്ലയോഫോസ്ഫേറ്റിന്റെ പേരിൽ ഒരു ഫീൽഡ് ട്രയലും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ സെൻട്രൽ വേഴ്സസ് സ്റ്റേറ്റ് എന്ന രീതിയിലേക്ക് ഒരു ലീഗൽ പാരഡോക്സ് അവിടെ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ പബ്ലിക് പെർസെപ്ഷൻ ആൻഡ് എത്തിക്സ്, ഫുഡ് സേഫ്റ്റി, കോർപ്പറേറ്റ് കൺട്രോൾ ഓവർ സീഡ്സ്, അതിനൊക്കെ തന്നെ ഫാം ആൻഡ് ഓട്ടോണോമി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെയധികം പബ്ലിക് കൺസേൺസ് സൃഷ്ടിക്കുന്നുണ്ട്. സോ ടാമ്പറിംഗ് വിത്ത് നേച്ചർ എന്ന രീതിയിൽ ഒരു എത്തിക്കൽ ഡിബേറ്റും ഈ ഒരു GM പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പോളിസി ഇംപ്ലിക്കേഷൻസ് എത്രത്തോളമാണ്? ഇന്ത്യക്ക് വളരെയധികം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ബയോടെക്നോളജി പോളിസിയുടെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഡിബേറ്റ്സിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. സോ വളരെയധികം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബയോ സേഫ്റ്റി അസസ്മെന്റും അതേണക്ക് തന്നെ ഗ്രേറ്റർ ട്രാൻസ്പെറൻസി ഒക്കെയാണ് നമുക്ക് ഇവിടെ ആവശ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഗവേണൻസ്, പൊളിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, അതേണക്ക് തന്നെ GS3 സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ് ആൻഡ് അഗ്രികൾച്ചർ, ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. റോൾ ഓഫ് GAAC, കോർഡിനേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, ബയോടെക്നോളജി പോളിസി, അപ്രൂവൽ മെക്കാനിസംസ്, യൂസ് ഓഫ് ഗ്ലയോഫോസ്ഫേറ്റ് ആൻഡ് ലീഗൽ കോൺട്രഡിക്ഷൻസ്, opposition from coalition for a GM free India, അതേനൊക്കെ തന്നെ scientific basis of GMAs, herbicide tolerance, insect resistance, impact of glyphosate on health and ecology, so field trials, crop improvement, productivity, weed and pest management, role of private sector and RD institution, ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. And next one, 97% untouchability cases pending in courts, government report. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്ന ക്രിമിനൽ കേസുകളിൽ 97% പെൻഡിങ് ആണ് എന്നുള്ളതാണ് റീസെന്റ് ഡേറ്റാസ് കാണിക്കുന്നത്. സോ യൂണിയൻ ഗവൺമെന്റ് 2022 ആനുവൽ റിപ്പോർട്ട് പ്രകാരമായിരുന്നു ഈ പറയുന്ന ഒരു ഡേറ്റയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ റിപ്പോർട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് കേസിന്റെ കാര്യത്തിൽ വളരെ അധികം ഡിക്ലൈൻ സ്റ്റേറ്റ് ആണ്. അതേപോലെ ലോ കൺവിഷൻ റേറ്റും ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955, അതായത് അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുക, അതേപോലെ തന്നെ ആർട്ടിക്കിൾ 17 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഫോഴ്സ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ പറഞ്ഞ PCR ആക്ടിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്നത്.
അത് കണക്കന്നെ സോഷ്യൽ ആൻഡ് റിലീജിയസ് സ്പിയേഴ്സിലുള്ള ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ക്രിമിനലൈസ് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. വളരെയധികം പെനാൽറ്റീസും കാര്യങ്ങളും ഒക്കെ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുക. അത് കണക്ക് തന്നെ ആനുവൽ റിവ്യൂ റിപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെ എല്ലാ സ്റ്റേറ്റിന്റെയും യൂണിയൻ ടെറിട്ടറിയുടെയും കാര്യത്തിൽ മാൻഡേറ്ററി പറഞ്ഞ ഒരു നിയമമായിരുന്നു ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. സോ ഈ 2022 റിപ്പോർട്ടിലെ കീ ഡേറ്റ നമുക്ക് നോക്കാം. 13 കേസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് 2022 2021 24 കേസുകളായിരുന്നു, 2020 25 കേസുകളായിരുന്നു. അതിൽ നിന്നെല്ലാം കുറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ, കർണാടക, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്റ്റേറ്റുകളാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ 51 കേസുകൾ പെൻഡൻസി സ്റ്റേറ്റിലാണ് നിലവിലുള്ളത്. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത് വെറും 12 കേസിന് മാത്രമാണ്. അതേപോലെ തന്നെ ഓരോ ഏരിയയും അതായത് സ്റ്റേറ്റിന്റെ ആയാലും യൂണിയൻ ടെറിട്ടറിയുടെ അണ്ടറിലായാലും ഒരു ഏരിയയും തന്നെ അൺടച്ചബിലിറ്റി പ്രോൺ ആയിട്ട് ഇതേവരെ ഡിക്ലെയർ ചെയ്തിട്ടും ഇല്ല. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ GS2 ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് വൾണറബിൾ സെഷൻസ്, ഇഷ്യൂസ് റിലേറ്റഡ് ടു ജുഡീഷ്യറി ആൻഡ് ലീഗൽ എൻഫോഴ്സ്മെന്റ്, ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആയാലും അതേ കണക്കിന് എഡിറ്റോറിയൽസ് ആയാലും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.